ഹായ് ഓൾ, എൻ്റെ പേര് അനിറ്റ ജോൺ. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഡിബേറ്റ് നടക്കുകയാണല്ലോ. രേണു സുധിയെക്കുറിച്ചും ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ഭയങ്കര ഡിസ്കഷനിലാണ്. അതിലെല്ലാവരും ഭയങ്കര ബിസി ആയിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് രേണു സുധിക്ക് ഉള്ള സപ്പോർട്ടോ അതല്ലെങ്കിൽ അവർക്കെതിരായി നിൽക്കുന്നവർക്കുള്ള സപ്പോർട്ടോ ഒന്നുമല്ല. ഇത് ജനറലായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയുന്നതേ ഉള്ളൂ. കുറേ അധികം പേര് അവരെ ഇൻസൾട്ട് ചെയ്തുകൊണ്ട് അവരുടെ രോഗാവസ്ഥയ്ക്ക് ഒരു മാന്യത കൽപ്പിക്കാതെയും ഒക്കെ കുറേ അധികം കാര്യങ്ങൾ പല ക്യാൻസർ പേഷ്യൻസിൻ്റെ വോയിസ് ക്ലിപ്സും കാര്യങ്ങളും എല്ലാം ഇട്ടുകൊണ്ട് കുറേ അധികം കണ്ടൻറ് ക്രിയേറ്റേഴ്സ് വന്ന് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ ഒരു ബ്രസ്റ്റ് ക്യാൻസർ സർവൈവറാണ്. സ്റ്റേജ് 1 ആയിരുന്നു. അതിൽ നിന്നും ജസ്റ്റ് കയറിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ പറ്റുന്നവർക്ക് മാത്രം വിശ്വസിച്ചാൽ മതി. ഇത് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് ഞാൻ ആരുടെ ഫോളോവറല്ല. നിങ്ങൾക്ക് എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് കണ്ടാൽ തന്നെ അറിയാം, ഞാൻ ഒട്ടും ആക്റ്റീവ് അല്ലാത്ത ഒരാളാണ്. എനിക്ക് വീഡിയോ എടുക്കാനോ അത് എഡിറ്റ് ചെയ്യാനോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഈ വീഡിയോ അപ്ലോഡ് ചെയ്താൽ തന്നെ ഇത് ആസ് ഇറ്റ് ഈസ് ഞാൻ എങ്ങനെ എടുക്കുന്നോ അങ്ങനെ തന്നെ ആയിരിക്കും ഇതിനകത്ത് ഞാനിത് അപ്ലോഡ് ചെയ്യുക. എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ല. അതുകൊണ്ടാണ് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. അപ്പം ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ കീമോതെറാപ്പിയുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളും എനിക്കുണ്ടായ എക്സ്പെൻസും കാര്യങ്ങളും എല്ലാം ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പം എനിക്ക് ആദ്യമായിട്ട് ഈ ക്യാൻസർ ആണോ എന്ന് ഡൗട്ട് തോന്നിയത് 2023 നവംബറിലാണ്. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ ഒത്തിരി അധികം ആഗ്രഹിച്ച് ഒരു നല്ല ജോലി കിട്ടി ഒരു പൊസിഷനിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ബ്രസ്റ്റിൽ എനിക്കൊരു ലംബ് ഒരു ദിവസം ഫീൽ ചെയ്തത്. ആ സമയത്ത് എനിക്ക് നല്ല പനി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു നേഴ്സാണ് ബൈ പ്രൊഫഷൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് നല്ല പനിയുള്ളത് കൊണ്ട് ഏതെങ്കിലും ലിംഫ് നോഡ്സ് എൻലാർജ് ആയിരിക്കുന്നതാണെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തു. പനി ഒന്ന് മാറിയിട്ട് നമുക്കൊന്നുകൂടെ റീഅസസ് ചെയ്യാമെന്നുള്ള രീതിക്ക് ഞാൻ വെയിറ്റ് ചെയ്തു. ഒരാഴ്ച വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും ഈ പനി നന്നായിട്ട് മാറി, ബാക്കിയുള്ള അസ്വസ്ഥതകളെല്ലാം മാറി. പക്ഷേ ആ മുഴ അതുപോലെ തന്നെ ഇരിക്കുന്നു. പക്ഷേ അത് പിടിച്ചു നോക്കുമ്പോൾ അത് എനിക്ക് എന്തോ ഡൗട്ട്ഫുള്ളായിട്ട് തോന്നി. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞങ്ങൾ അടുത്തുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഒന്ന് മാമോഗ്രാം ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ മാമോഗ്രാം ചെയ്തപ്പോൾ അതിൽ പല സ്കോറുകൾ ഇങ്ങനെ വരും. അതിനകത്ത് ബിറാഡ് സ്കോർ എന്ന് പറയുന്നത്. അതിൽ എനിക്ക് സ്കോർ വന്നത് 3 ആയിരുന്നു. അപ്പോൾ 3 വന്നപ്പോൾ അവർ പറഞ്ഞു ഫർദർ ആയിട്ടുള്ള നമുക്ക് ചെയ്യാനുള്ളത് ബയോപ്സി എടുത്ത് നോക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ബയോപ്സി എടുത്തത് കലൂരുള്ള നമ്മുടെ RCCയുടെ ഇതുപോലെ ഒരു ബ്രാഞ്ച് പോലെ ഇതുണ്ട് നമുക്ക്. അത് കലൂർ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ളത്. അവിടെ എയർലി ഡിറ്റക്ഷൻ ക്യാമ്പ് അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്, എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. ഞാൻ അവിടെയാണ് പോയി ബയോപ്സി എടുത്തത്. അവിടുന്ന് ബയോപ്സി എടുത്തപ്പോൾ തന്നെ വളരെ നല്ല ഒരു സ്റ്റാഫാണ് അവിടെ ഉള്ളത്. നമുക്ക് ഭയങ്കര സപ്പോർട്ടൊക്കെ ചെയ്യുന്ന നല്ല സ്റ്റാഫാണ് അവിടെ ഉണ്ടായിരുന്നത്. അവരെനിക്ക് കുറച്ച് ധൈര്യമൊക്കെ തന്നു. പക്ഷേ അവർ ഡെയിലി ബേസിലായി ഈ ജോലി ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്കും ഇതിനെക്കുറിച്ച് നല്ലൊരു ഐഡിയ ഉണ്ടായിരുന്നു. ബയോപ്സി എടുത്ത 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് റിപ്പോർട്ട് വരുന്നതെന്ന് പറഞ്ഞു. 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് റിപ്പോർട്ട് വാങ്ങാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു അസുഖമായിരിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. എത്ര ആണെങ്കിലും മനസ്സിലൊരു ടെൻഷൻ ഉണ്ടെങ്കിൽ പോലും നമ്മളെപ്പോഴും ഈ അസുഖമായിരിക്കത്തില്ല, നമുക്കതൊരിക്കലും അങ്ങനെ ഒരു അസുഖമായിരിക്കത്തില്ല, വേറെ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ കൊണ്ട് വന്നതാവാം എന്നുള്ള
ഒരു രീതിക്കാണ് ഞാൻ റിപ്പോർട്ട് വാങ്ങാൻ ചെല്ലുന്നത്. റിപ്പോർട്ട് കയ്യിലേക്ക് ഒരു കവറിലാക്കി അവർ തരുമ്പോൾ തന്നെ എന്നോട് അവർ ചോദിച്ചു, നിങ്ങളുടെ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, ആരും വന്നിട്ടില്ല എന്ന്. അപ്പം അവർ പറഞ്ഞു, ഈ റിപ്പോർട്ട് കാണുന്നത് നിങ്ങൾക്ക് അസുഖം ഉണ്ടെന്നാണ് കാണുന്നത്. അപ്പോൾ ഇതിനിപ്പോൾ നല്ല ട്രീറ്റ്മെൻറ്റുകളൊക്കെ നമുക്ക് ലഭ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കരുത്, നിങ്ങളുടെ ഹോപ്പ് നിങ്ങൾ കളയരുത് എന്ന് പറഞ്ഞു. എനിവേസ് അതെല്ലാം കഴിഞ്ഞു. ഞാൻ വീട്ടിലെത്തി. ഹസ്ബൻഡ് എന്നെ വന്ന് കൊണ്ടുവന്നു. ഞങ്ങൾ വീട്ടിലെത്തി പിന്നീട് പല ആളുകളുമായിട്ട് നമ്മൾ ആലോചിച്ചപ്പോൾ നമുക്ക് പല ഓപ്ഷൻസ് ആളുകൾ തന്നു. നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മുടെ റിലേറ്റീവ്സ് ആണെങ്കിലും എപ്പോഴും നമ്മളോട് പറയുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും പ്രമുഖമായ ഹോസ്പിറ്റലുകളിൽ പോകാനല്ലേ അവർ നമ്മളോട് സജസ്റ്റ് ചെയ്യത്തുള്ളൂ. അങ്ങനെ നമ്മളും പല പ്രൈവറ്റ് ആശുപത്രികളിലും കയറി ഇറങ്ങി സെക്കൻഡ് ഒപ്പീനിയനും തേർഡ് ഒപ്പീനിയനും ഫോർത്ത് ഒപ്പീനിയനും ഒക്കെ എടുത്തു. എല്ലാം എടുത്ത് അവിടെയൊക്കെ ചെല്ലുമ്പോൾ നമ്മളോട് പറയുന്നത് ഒരു 10 lakh തുടങ്ങി മേളിലോട്ടുള്ള എമൗണ്ടുകളായിരുന്നു നമ്മളോട് ഓരോ ഹോസ്പിറ്റലിലും ഈ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പറഞ്ഞത്. അപ്പം നമ്മൾക്കത് ഒരിക്കലും അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കൂടാതെ എനിക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലായിരുന്നു. അതായിരുന്നു ഏറ്റവും ഡ്രോബാക്ക്. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാതെ നമ്മൾക്ക് ഇത്രയും പൈസ എടുക്കാമെന്ന് പറഞ്ഞാൽ അന്നത്തെ ഞങ്ങളുടെ സിറ്റുവേഷൻ വളരെ ബാഡായിരുന്നു. ഇന്നും അതൊക്കെ തന്നെ. പക്ഷെ ഞാൻ പറഞ്ഞത് നമ്മളെ കൊണ്ടത് പറ്റത്തില്ലായിരുന്നു. അങ്ങനെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ വൈഫ്, ആ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ നമുക്കെന്നാ ഒരു ഗവൺമെൻറ് ആശുപത്രിയിൽ ഒന്ന് അന്വേഷിച്ച് നോക്കാം, എന്താ സ്ഥിതി എന്ന് അന്വേഷിച്ച് നോക്കാമെന്ന്. കാരണം ചേച്ചി ഒരു ഗവൺമെൻറ് ആശുപത്രിയിൽ എക്സ്റേ ടെക്നീഷ്യനായിരുന്നു. അപ്പോൾ ചേച്ചി വഴി ഞാൻ തൊടുപുഴയിലെ ജനറൽ ഹോസ്പിറ്റലിലെത്തി. അവിടുത്തെ ഡോക്ടർ ജോബിനെ കണ്ടു. ഡോക്ടർ ജോബിൻ ജോസ്, അദ്ദേഹത്തെയാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അദ്ദേഹത്തെ കണ്ട് ട്രീറ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പേപ്പേഴ്സും കാര്യങ്ങളും എല്ലാം കാണിച്ചപ്പോൾ എന്നോട് ഇൻഷുറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഈ ഇൻഷുറൻസ് എന്ന് പറയുന്നത് PMJ അതല്ലെങ്കിൽ കാരുണ്യ ഇൻഷുറൻസ്, ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഈ ട്രീറ്റ്മെൻറ്റിന് വേണ്ടുന്ന, അതായത് കീമോയ്ക്ക് വേണ്ടുന്ന മെഡിസിൻസ് നമുക്ക് ആ ഇൻഷുറൻസിനകത്ത് ഫ്രീ ആയിട്ട് നമുക്ക് ലഭിക്കും. പക്ഷേ സത്യം എന്താ എന്ന് വെച്ചാൽ ഞാൻ ഈ 2 ഇൻഷുറൻസും എനിക്കില്ലായിരുന്നു. അപ്പം പിന്നെയുള്ള ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ വെളിയിൽ നിന്ന് മരുന്ന് വാങ്ങിച്ച് കൊടുക്കുക. അപ്പം നമുക്കവിടെ ഈ മെഡിസിൻ, അതായത് ഇതിന് പ്രധാനമായിട്ടും 3 മെഡിസിനായിരുന്നു എനിക്ക് വേണ്ടത്. എൻ്റെ ക്യാൻസർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ബ്രസ്റ്റ് ക്യാൻസർ സ്റ്റേജ് 1 ആയിരുന്നു. അതിനകത്ത് HER2 പോസിറ്റീവ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ആയിരുന്നു എൻ്റെത്. അപ്പം അതിനെന്ന് പറഞ്ഞാൽ 3 മെഡിസിനായിരുന്നു പ്രധാനമായിട്ടും എടുക്കേണ്ടിയിരുന്നത്. ആ 3 മെഡിസിനകത്ത് ഉള്ള ഒരു പ്രധാനപ്പെട്ട മെഡിസിൻ എന്ന് പറഞ്ഞാൽ അത് ആൻറ്റിബോഡി ഇൻഫ്യൂഷനാണ്. ഈ ആൻറ്റിബോഡി ഇൻഫ്യൂഷൻ എന്ന് പറയുന്ന സാധനം ഇഞ്ചക്ഷൻ ട്രാൻസുസുമാബ്, അത് 440 mg ആയിരുന്നു എനിക്ക് എല്ലാ 20 ദിവസം കൂടുമ്പോഴും എടുക്കേണ്ടിയിരുന്നത്. ആ 20 ദിവസം കൂടി എടുക്കേണ്ട ആ മെഡിസിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ ഒരു വയലിൻ്റെ വിലയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 18,000 തുടങ്ങി ഒരു 60,000 രൂപയുടെ ഇടയിലാണ് വരുന്നത്. അതായത് ഏറ്റവും നമ്മളിങ്ങനെ പറയില്ലേ, ഏറ്റവും ലോ ക്ലാസ് എന്ന് പറയുന്നത് ആയിരിക്കാം മേ ബി 18,000 രൂപയുടെ മെഡിസിൻ. പിന്നെയുള്ള ഇതെന്ന് പറഞ്ഞാൽ ഒരു 60,000 വരെ റേഞ്ചിൽ ഈ മെഡിസിൻ ഉണ്ട്. നമുക്ക് ഏതാണോ എടുക്കാൻ പറ്റുക, മേടിക്കാൻ പറ്റുന്നത് നമ്മളെ കൊണ്ട്, അതാണ് നമ്മൾ മേടിക്കുന്നത്. അപ്പം നമ്മൾ ഒരു മീഡിയം റേഞ്ചിലുള്ള ഒരു മെഡിസിനാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അതായത് ഒരു 25,000 രൂപയുടെ മെഡിസിനാണ് എനിക്ക് വേണ്ടി അന്ന് വാങ്ങിച്ചത്. അപ്പോൾ എൻ്റെ വെയ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമായിരുന്നെങ്കിൽ എനിക്ക് 2 വയൽ ഇഞ്ചക്ഷൻ അത് വേണ്ടിയിരുന്നു, ആൻറ്റിബോഡി ഇൻഫ്യൂഷന് വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് 2 വയൽ വാങ്ങുമ്പോൾ തന്നെ എനിക്ക് 50,000 രൂപയായി ഫസ്റ്റ് കീമോ എടുക്കാനായിട്ട് ഞാൻ പോയപ്പോൾ. പക്ഷേ ഈ ആൻറ്റിബോഡി ഇൻഫ്യൂഷൻ അല്ലാതെ നമ്മുടെ മെയിൻ കീമോതെറാപ്പി ഡ്രഗ്സ് 2 എണ്ണം നമുക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് ഫ്രീ ആയിട്ട് തന്നെയാണ് കിട്ടിയത്, ആ 2 മെഡിസിനും. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഏത് മെഡിസിൻ ആണെങ്കിലും ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാരസെറ്റാമോൾ ആണെങ്കിൽ പോലും നമുക്ക് പല റേഞ്ചിന് കിട്ടും അല്ലേ.
പല റേഞ്ചിലുള്ള മെഡിസിൻസ് കിട്ടും. നമ്മൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഏതാണോ നമ്മൾ അതാണ് എടുക്കുക അല്ലേ. അല്ലാതെ പൈസ ഉള്ളവർ പോയിട്ട് ഏറ്റവും താഴത്തെ എടുക്കുമോ, അല്ലെങ്കിൽ പൈസ ഉള്ളവർ ഇല്ലാത്തവർ പോയിട്ട് ഏറ്റവും ഉയർന്ന് എടുക്കുമോ, അങ്ങനെയല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ ഒരു പേഷ്യൻറ്റിന് ആവശ്യമുള്ള ഏത് മെഡിസിനാണ് വേണ്ടതെന്ന് ഡോക്ടറാണ് സജസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ ഈവൻ നമ്മൾക്കൊരു അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ പോലും നമുക്ക് റെഫ്യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ പോലും ഈ പേഷ്യൻറ്റിന് ഈ കാറ്റഗറിയിലുള്ള മെഡിസിൻ എത്ര വേണമെന്നും അത് എങ്ങനെ കൊടുക്കണമെന്നും ഡിസൈഡ് ചെയ്യുന്നത് അവരുടെ ഓങ്കോളജിസ്റ്റ് അല്ലെങ്കിൽ കീമോതെറാപ്പിസ്റ്റാണ്. ഓക്കെ. അപ്പോൾ എനിക്ക് വേണ്ടുന്ന ഇഞ്ചെക്ഷൻസ്, ഒരു ഇഞ്ചെക്ഷൻ ഞാൻ എൻ്റെ ഇതിൽ നോക്കിയിട്ട് പറയാവേ. ഇഞ്ചെക്ഷൻ കാർബോപ്ലാസ്റ്റിൻ എന്ന് പറഞ്ഞൊരു ഇഞ്ചെക്ഷൻ ഉണ്ടായിരുന്നു എനിക്ക്. അതെനിക്ക് 600 mg ആയിരുന്നു ഓരോ 20 ദിവസം കൂടുമ്പോൾ തന്നുകൊണ്ടിരുന്നത്. അതിൻ്റെയൊക്കെ പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു 450 rupees to 2800, അതിൻ്റെ ആ ഒരു റേഞ്ചിലായിരുന്നു ആ ഇഞ്ചെക്ഷനൊക്കെ കിട്ടിയിരുന്നത്. അതുപോലെ ഡോക്സിറ്റാക്സൽ എന്ന് പറഞ്ഞൊരു ഇഞ്ചെക്ഷൻ ഉണ്ടായിരുന്നു. അതെനിക്ക് 130 mg ആയിരുന്നു വേണ്ടത്. അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 1500 to 12,500, ആ ഒരു റേഞ്ചിലായിരുന്നു ആ ഇഞ്ചെക്ഷൻ കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ ഡോക്സിറ്റാക്സലും കാർബോപ്ലാസ്റ്റിനും എനിക്ക് ഫസ്റ്റ് കീമോതെറാപ്പിയിൽ തന്നെ ഫ്രീ ആയിട്ട് കിട്ടി. നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാത്ത ഇഞ്ചെക്ഷൻ എന്ന് പറയുന്നത് ഈ ആൻറ്റിബോഡി ഇഞ്ചെക്ഷൻ ആയിരുന്നു. അപ്പോൾ അത് ഫസ്റ്റ് കീമോതെറാപ്പിയിൽ എനിക്ക് കിട്ടിയില്ല, കാരണം എനിക്ക് ഇൻഷുറൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ അവിടുത്തെ സ്റ്റാഫിനോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും നിങ്ങൾ BPL കാർഡാണോ ആണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും കാരുണ്യയുടെ ഇൻഷുറൻസോ അല്ലെ PMJയുടെ ഇൻഷുറൻസോ ഉണ്ടെങ്കിൽ അവരുടെ കാർഡിൽ നിങ്ങളുടെ പേര് ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ബെനിഫിറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിന് മുൻകൂട്ടി ഇതിൻ്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. ഇതിൻ്റെ ഫോർമാലിറ്റീസ് കുറച്ചുണ്ട്. അതിന് നിങ്ങൾ ഓഫീസിൽ ചെന്ന് അവിടുത്തെ ആരോഗ്യ ഇൻഷുറൻസിൻ്റെ ഓഫീസിൽ ചെന്ന് അവിടുത്തെ സ്റ്റാഫുമായിട്ട് സംസാരിച്ച് വേണ്ടുന്ന രേഖകൾ കൈമാറാനായിട്ട് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറും പിന്നെ ഒരു ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ ഭാര്യ, ഇവർ 3 പേരും പോയി വേണ്ടുന്ന ഡോക്യുമെൻസുകളെല്ലാം സബ്മിറ്റ് ചെയ്ത് എൻ്റെ മദർ-ഇൻ-ലോയ്ക്ക് കാരുണ്യ ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു അമ്മയുടെ കാർഡിലേക്ക് എൻ്റെ പേര് ആഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അമ്മയുടെ കാർഡിലേക്ക് എൻ്റെ പേര് ആഡ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഫോർമാലിറ്റീസും ആരോഗ്യ ഇൻഷുറൻസിൻ്റെ ഓഫീസിൽ പോയിട്ട് നമ്മൾ ചെയ്തു കൊടുത്തതിൻ്റെ ഫലമായിട്ട് അതായത് 20 ദിവസം കഴിഞ്ഞ് നമ്മൾ റിപ്പീറ്റ് നെക്സ്റ്റ് കീമോതെറാപ്പിക്ക് ചെന്നപ്പോഴത്തേക്കാണ് എനിക്ക് എൻ്റെ ആ ആപ്ലിക്കേഷൻ സാങ്ഷനായി അമ്മയുടെ കാർഡിലേക്ക് എൻ്റെ പേര് ആഡ് ചെയ്യാനായിട്ട് ഉള്ള പെർമിഷൻ കിട്ടിയെന്നും പറഞ്ഞ് നമുക്ക് മെസ്സേജ് വന്നു. അങ്ങനെ സെക്കൻഡ് കീമോതെറാപ്പി മുതൽ എനിക്ക് എല്ലാ മെഡിസിനും അവിടുന്ന് ഫ്രീ ആയിട്ട് തന്നെ കിട്ടി ഹോസ്പിറ്റലിൽ നിന്ന്. പിന്നെ അവിടുത്തെ ഗവൺമെൻറ് ആശുപത്രിയിലെ ഈ GH തൊടുപുഴയിലെ സ്റ്റാഫുമാർ ഡോക്ടർ എല്ലാവരും എന്തുമാത്രം കെയർ നമുക്ക് തരുന്നെന്ന് അറിയുക. വളരെ നല്ല ട്രീറ്റ്മെൻറ്റാണ്. അവർ ഒത്തിരി നമ്മളെ മെൻ്റലി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീം തന്നെ അവിടെ ഉണ്ട്. വളരെ നല്ല ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. ഒരിക്കലും ഞാൻ അതിന് മുന്നേ പല പ്രൈവറ്റ് ഹോസ്പിറ്റലിലും കയറി ഇറങ്ങി അവിടുത്തെ സിസ്റ്റർമാരുടെയും അവിടുത്തെ സ്റ്റാഫുമാരുടെയൊക്കെ ബിഹേവിയർ കണ്ടിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്തായാലും ആ ഗവൺമെൻറ് ആശുപത്രിയിലെ സ്റ്റാഫുമാരും ഡോക്ടർമാരും നമുക്ക് തന്ന ആ ഒരു കെയർ ടൈമും ആ കാര്യങ്ങളൊന്നും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു അവിടുത്തെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ. ഞാൻ വന്നത് എന്നാന്ന് വെച്ചാൽ, എല്ലാവരും പറഞ്ഞല്ലോ കുറേ അധികം റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞു എന്തുകൊണ്ട് രേണു സുധിക്ക് ഫ്രീ ആയിട്ട് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നില്ല ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന്. അപ്പം എൻ്റെ ഒരു അറിവ് വെച്ച് എനിക്ക് പറയാനുള്ളത്, അവർക്കും ഇതുപോലെ എന്തെങ്കിലും ഇൻഷുറൻസോ കാര്യങ്ങളോ ഇല്ലായിരുന്നായിരിക്കാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പ്രോപ്പർ ഗൈഡൻസ് അവർക്ക് കിട്ടിയില്ലായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്ത മെഡിസിൻ ഈ ഒരു കാറ്റഗറിയിൽ കിട്ടുന്നില്ലായിരിക്കാം. എന്തുമാകാം. എന്തു തന്നെയായാലും
അവരൊരു സഹായം ചോദിച്ചാൽ അത് ചെയ്തു കൊടുക്കാൻ പറ്റുന്നവർ സഹായിക്കുക. അതല്ലാത്തവർ ഇതുപോലുള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുന്നതല്ല. പക്ഷേ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഇതിനെക്കുറിച്ച് അവർക്ക് എന്തെങ്കിലും സഹായം കിട്ടുന്നത് നിരുത്സാഹപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റേജിൽ ഈ ഒരു അസുഖത്തിൽ കൂടെ കടന്നു വരുന്ന ഓരോരുത്തർക്കും ഇപ്പോൾ എനിക്ക് എൻ്റെ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ 50,000 രൂപയുടെ മെഡിസിൻ ഞാൻ വാങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ആ ഒരു മാസത്തെ എൻ്റെയും എൻ്റെ ഹസ്ബൻഡിൻ്റെയും ഒക്കെ സാലറി ഫുൾ എടുത്തിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്തത്. അപ്പം നമ്മൾക്ക് പല EMI ഉണ്ട്, നമ്മൾക്ക് വീടിൻ്റെ റെൻറ്റ് കൊടുക്കണമായിരുന്നു, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു കടക്കെണിയിലോട്ട് പെടുന്ന പോലത്തെ ഒരവസ്ഥയാണ്. അപ്പോൾ ഞാൻ ഈ രേണുസുധിയുടെ ചേച്ചി ചെയ്തൊരു വീഡിയോ ആണ് കണ്ടത്. അതിൽ പുള്ളിക്കാരത്തി പറയുന്ന ഇഞ്ചക്ഷൻ ഫെസ്ഗോ എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ, അതിൻ്റെ റേറ്റ് ഞാൻ വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ അതിനകത്ത് 2,13,000 തുടങ്ങി 2,57,000 രൂപ വരെയൊക്കെയാണ് അതിൻ്റെ ഒരു റേഞ്ച് കിടക്കുന്നത്. അപ്പം എത്ര കുറഞ്ഞ റേറ്റിനുള്ള ഇഞ്ചക്ഷൻ മേടിച്ചാലും അവർക്ക് 2,13,000 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവർക്ക് എത്ര ശ്രമിച്ചാലും ഈ എല്ലാ 20 ദിവസവും കൂടുമ്പോൾ ഈ ആൻറ്റിബോഡി ഇഞ്ചക്ഷൻ എടുത്തേ പറ്റൂ. എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് തരുന്ന കീമോതെറാപ്പിയുടെ മറ്റു മെഡിസിൻസ് നമ്മുടെ ശരീരത്തിൽ മര്യാദയ്ക്ക് പ്രവർത്തിക്കത്തില്ല. അതുകൊണ്ട് അവർക്കത് എടുത്തേ പറ്റത്തുള്ളൂ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു വയൽ കൊണ്ട് ചിലപ്പോൾ ഒരു പ്രാവശ്യമാണ് അവരുടെ എത്ര mg ആണ് അവർക്ക് ഒരു മാസം ഓരോ കീമോയ്ക്കും കൊടുക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഒരു വയലിനകത്ത് എത്ര ഇതാണെന്നും 600 mg ആയിരിക്കാം മേ ബി ഒരു വയലിനകത്ത് വരുന്നത്. അതുകൊണ്ട് 2 പ്രാവശ്യം അവർക്ക് കൊടുക്കാൻ പറ്റുമോ അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഡോക്ടേഴ്സ് പറയുന്ന അനുസരിച്ചാണല്ലോ ഡോസും കാൽക്കുലേഷനും ഒക്കെ വരുന്നത്. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചെന്നാൽ എത്ര കോടീശ്വരനാണെന്ന് പറഞ്ഞാലും നമുക്കൊരു ഹെൽപ്പ് എവിടുന്നെങ്കിലും കിട്ടുന്നത് വളരെ വളരെ അധികം ഉപകാരപ്പെടും. എന്താണെന്ന് വെച്ചാൽ ഞാൻ അനുഭവിച്ചത് കൊണ്ട് ഞാൻ പറയുന്നതാണ്. ഞങ്ങൾക്ക് കുറേയധികം കടവും കടബാധ്യതയൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് എനിക്ക് പെട്ടെന്ന് ഈ അസുഖം വന്നത്. ഞാൻ ന്യൂസിലാൻഡിലേക്ക് ഒരു ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുന്ന സമയത്തായിരുന്നു ഇത് ഐഡൻറ്റിഫൈ ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി അധികം പൈസ ഞാൻ വളരെയധികം ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരവസ്ഥയും കൂടിയായിരുന്നു. എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഇങ്ങനെ ഇതിൽ നിന്ന് റിക്കവറായി ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചെന്നാൽ രേണുസുധിയുടെ ഇഞ്ചക്ഷൻ്റെ വില കള്ളമാണ്, അതാണ് ഇതാണെന്ന് പറയുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, അവർ നല്ല മനസ്സ് തോന്നി അവർ ആരെങ്കിലും സഹായിക്കുന്നെങ്കിൽ അവർ സഹായിക്കട്ടെ. എന്തെന്ന് വെച്ചെന്നാൽ ഇതിലൂടെ കടന്നു പോയാൽ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. പിന്നെ അവർ വീഡിയോ ചെയ്ത് അവരൊരു ടൈം പാസ് അല്ലെങ്കിൽ അവരൊരു റിക്കവറിന് വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ അത് നല്ല കാര്യം തന്നെയെന്ന് ഞാൻ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫസ്റ്റ് കീമോതെറാപ്പി ഞാൻ ഓൾറെഡി മെൻ്റലി ഒത്തിരി ഡിപ്രഷനിലേക്ക് പോയ ഒരു സമയമായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ നല്ലൊരു ജോലി കിട്ടി വെളിയിലേക്ക് പോകാൻ നിന്ന സമയമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ആ സമയത്ത് തന്നെ ഈ അസുഖം വന്ന് ആകെപ്പാടെ എന്തവസ്ഥയിൽ കൂടെ കടന്നു പോയെന്ന് പറയാൻ പറ്റത്തില്ല. ഫസ്റ്റ് കീമോയിൽ തന്നെ ഞാൻ വീണുപോയി. എൻ്റെ വെയിറ്റ് 75 കിലോ ഉണ്ടായിരുന്നു. ഞാൻ അപ്പം തന്നെ ഫസ്റ്റ് കീമോയ്ക്ക് ശേഷം തന്നെ ഞാൻ വീണുപോയി. എൻ്റെ തലമുടി മൊത്തം ഫസ്റ്റ് കീമോയ്ക്ക് ശേഷം തന്നെ മുടി മൊത്തം പോയി. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ മുടിയൊക്കെ ഷേവ് ചെയ്ത് കളയുമായിരുന്നു. കാരണം ഓരോ റൗണ്ടായിട്ട് ഇങ്ങനെ അവിടുന്ന് ഇവിടുന്ന് എല്ലാം പൊഴിയാൻ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് 20 ദിവസം കഴിഞ്ഞ് അടുത്ത കീമോ എടുത്തതിന് ശേഷം ജോയിൻറ്റ് പെയിനായി, വോമിറ്റിംഗ് ആയി. പിന്നെ എൻ്റെ വെയിറ്റൊക്കെ കുറഞ്ഞു, നന്നായിട്ട് വെയിറ്റൊക്കെ കുറഞ്ഞു. ആ ഒരു ക്ഷീണം നമുക്ക് ഫുഡ് കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഒന്നും പറ്റാത്ത ആ ഒരവസ്ഥ. അതിനെക്കുറിച്ചൊന്ന് തിരിഞ്ഞ് ആലോചിക്കുമ്പോൾ നമുക്ക് ഒട്ടും പറ്റത്തില്ല. അത്രയ്ക്ക് നമുക്ക് ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ ആ കുട്ടിക്ക് അങ്ങനെ ഒന്ന് എനർജറ്റിക് ആയിട്ടിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തന്നെ അതൊരു നല്ല കാര്യം, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അവരിടുന്ന വീഡിയോസ് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, ഞാൻ അത്ര കണ്ടിട്ടില്ല. അബദ്ധത്തിൽ കഴിഞ്ഞ ദിവസം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയ സമയത്ത് ഞാൻ ഒരു 1-2 വീഡിയോ കണ്ട്. പിന്നെ അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള കുറേയധികം വീഡിയോസ് ഇതിൻ്റെ ബാക്ക് ടു ബാക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അങ്ങനെയാണ് ഞാൻ എന്നാൽ ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാമെന്ന് വിചാരിച്ചത്.
അപ്പം ഈ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള ഈ ഇൻഷുറൻസിനും കാര്യങ്ങളും അവർക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ ആരോഗ്യ ഇൻഷുറൻസ് വിഭാഗത്തിൽ പോയിട്ട് സംസാരിക്കണം. BPL കാർഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പോയി സംസാരിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ വേണം കണ്ടെത്താനായിട്ട്. അപ്പോൾ അങ്ങനെ ഞാനും അങ്ങനെയാണ് കണ്ടെത്തി നമുക്ക് ആ ട്രീറ്റ്മെൻറ്റ് ഫ്രീ ആയിട്ട് കിട്ടിയത് തന്നെ. പക്ഷേ ബാക്കി എൻ്റെ ട്രീറ്റ്മെൻറ്റുകളും സർജറിയും കാര്യങ്ങളും ഒക്കെ എനിക്ക് ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ തന്നെയാണ് ചെയ്തത്. കീമോ എനിക്ക് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ തൊടുപുഴയിൽ നിന്നാണ് ഞാൻ എടുത്തത്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ക്രൂശിക്കാതിരിക്കുക. ഈ അസുഖം എന്ന് പറഞ്ഞാൽ ആർക്കും എപ്പോൾ വേണമെങ്കിലും വരാവുന്ന ഒരു അസുഖമാണ്. കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്നൊരു സമയത്ത് ഒരു അടിയായിട്ടാണ് എനിക്ക് ഈ അസുഖം വന്നത്. നമ്മളൊരിക്കലെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ നമുക്ക് ഇങ്ങനെ ഒരു അസുഖം വരുമെന്ന്? കാരണം എപ്പോഴാർക്കാ എന്താ വരുന്നതെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ കുട്ടിക്ക് എന്തെങ്കിലും ആരെങ്കിലും സഹായം ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ എന്ന് വിചാരിക്കുക. ആ കുട്ടി അവർക്ക് മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ അവർ ചെയ്യട്ടെ. അതിനെ കാണാൻ വയ്യാത്തവർ അതിനെ അവോയ്ഡ് ചെയ്യുന്നതല്ലേ നല്ലത്. കാണാൻ പറ്റുന്നവർ, സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവർ അതിനെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ സഹായങ്ങൾ ചെയ്യട്ടെ. പിന്നെ ട്രീറ്റ്മെൻറ്റിൻ്റെ റേഞ്ചും റേറ്റും എല്ലാം തീരുമാനിക്കുന്നത് ഇതിൻ്റെ ഈ പേഷ്യൻറ്റിൻ്റെ ഹെൽത്തിന് അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ വെയ്റ്റിന് അനുസരിച്ച് ആ വെയ്റ്റിനനുസരിച്ചിട്ടാണ് ഓരോ മെഡിസിനും പേഷ്യൻറ്റിന് കൊടുക്കുന്നത്. എന്തിനധികം വരുന്നത് ഒരു പാരസിറ്റമോൾ ഇഞ്ചക്ഷൻ പാരസിറ്റമോൾ ടാബ്ലറ്റ് കൊടുക്കാൻ പോലും നമ്മൾ കുഞ്ഞു കൊച്ചിന് കൊടുക്കുന്ന അതേ ഡോസ് അല്ലല്ലോ വലിയ ആൾക്കാർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഓരോന്നിനും അതിൻ്റേതായ അളവും കാര്യങ്ങളും എല്ലാം. ഒരു പേഷ്യൻറ്റിന് ഏത് ബ്രാൻഡിൻ്റെ ഇഞ്ചക്ഷൻ കൊടുത്താലാണ് അല്ലെങ്കിൽ ഏത് റേഞ്ചിലുള്ള ഇഞ്ചക്ഷൻ പോയാലാണ് അവർക്കതിന് ബെനിഫിറ്റ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഇതിലായിരിക്കും ഡോക്ടേഴ്സ് ആണെങ്കിലും ഡിസൈഡ് ചെയ്യുന്നത്. സോ എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. മറ്റുള്ളവർക്കൊരു സഹായം കിട്ടുന്നത് അത് നഷ്ടപ്പെടാത്ത രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തവർ ചെയ്യേണ്ട, ചെയ്യുന്നവർ ചെയ്യട്ടെ എന്ന് വിചാരിച്ച് ആ കുട്ടിയെ അങ്ങനെ വിട്ട് കളയുക, അത്രയേ ഉള്ളൂ. ഇതിലും കൂടുതലൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല. കാരണം ഞാൻ കടന്നു വന്ന അവസ്ഥകളും എനിക്ക് തന്ന മെഡിസിനും എൻ്റെ എക്സ്പീരിയൻസുമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. താങ്ക് യു സോ മച്ച്.